ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ കൊറിയർ എത്തിയിട്ടുണ്ട്. അങ്ങ് ഇടുക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, മിറാക്കിൾ ഫാം ഹൗസിൽ നിന്ന്. ഇതിപ്പം മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് എയർ പ്രൂണിങ് പോട്ട്സ് മേടിക്കുന്നത്. നിങ്ങൾ തമ്പനെയിൽസ് കണ്ടിട്ട് വന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇതെന്തായിട്ടെന്ന്. അപ്പോൾ നമുക്ക് പാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ അതിനകത്തുള്ളത് പ്രൂണിങ് ഷീറ്റ്സ്, പിന്നെ അതിൻ്റെ ബേസിൽ വെക്കേണ്ട സാധനം, പിന്നെ ഉള്ളത് ഈ രണ്ടറ്റവും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട സ്ക്രൂസ് ആണ്. എപ്പോഴും നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് സ്ക്രൂസ് അവർ അയക്കാറുണ്ട്. ഇത് ശരിക്കും ഇറിഗേഷൻ പൈപ്പൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് വർഷക്കാലം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് ഉള്ള ഭാഗം എപ്പോഴും പുറത്തേക്ക് വരാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ബേസ് നമുക്കിങ്ങനെ വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് രണ്ടറ്റവും കൂടെ അറ്റാച്ച് ചെയ്ത് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ എയർ പ്രൂണിങ് പോട്ട് റെഡിയായി. അപ്പോൾ ഇത് രാജുവേട്ടൻ ചെയ്യുന്നത് 50 ലിറ്ററിൻ്റെ ഒരു എയർ പ്രൂണിങ് പോട്ടാണ്. ഇപ്പോൾ പുള്ളി അത് രണ്ട് സൈഡും കൂടി അറ്റാച്ച് ചെയ്തു സ്ക്രൂ ഇടുകയാണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. ഇങ്ങനെയാണ് സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു 3 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അവിടെ ഒരു 8-10 കൊല്ലത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ കിടന്നോളും. അപ്പോൾ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സാധനം ഉണ്ടാവുക. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അതിൻ്റെ ഹോൾസ് ഉള്ള ഭാഗം പുറത്തേക്കാണ് ഉള്ളത്, ബാക്കി ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം അകത്തേക്കും. അപ്പോൾ ഇനി നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു പോട്ടിംഗ് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ എയർ പ്രൂണിങ് പോട്ടിലേക്ക് മണ്ണ് നിറയ്ക്കുന്നത്. അപ്പം രാജുവേട്ടൻ ഇവിടെ അത് മിക്സ് ആക്കാൻ വേണ്ടി പോവാണ്. എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം നോക്കിക്കൊണ്ട് നമ്മുടെ ജിമ്മിക്കുട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവൻ എല്ലാത്തിലും മേൽനോട്ടം വഹിക്കണം, ഇല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഈ മണ്ണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ പ്രൂണിങ് പോട്ടിലേക്ക് നിറയ്ക്കാം. ഇത് നിറയ്ക്കുന്നതും വളരെ ശ്രദ്ധിച്ച് വേണം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. നിറയ്ക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഈ എയർ പ്രൂണിങ് പോട്ട് ഔട്ട് ഓഫ് ഷേപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം മണ്ണ് അടിയിലിട്ടതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് എല്ലാ സൈഡിലത്തെയും ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ടൈറ്റായിട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റുള്ളൂ. ഈ എയർ പ്രൂണിങ് പോട്ട് വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുന്നതാണ്. ഇപ്പോൾ രാജുവേട്ടൻ മുമ്പ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ആ സൈഡിലേക്കൊക്കെ പുള്ളി മണ്ണ് തള്ളി വെക്കുന്നത് കണ്ടോ. ഇങ്ങനെ മുകളിൽ വരെ ഇതേ രീതിയിൽ നമ്മൾ മണ്ണ് ടൈറ്റ് ചെയ്ത് ആ ഗ്യാപ്പിലേക്കൊക്കെ കയറ്റി കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് വർഷങ്ങളോളം നമുക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഈ ഇറിഗേഷനൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വർഷത്തോളം കേടുകൂടാതെ ഒരു പ്രശ്നം കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ 50 ലിറ്ററിൻ്റെ എയർ പ്രൂണിങ് പോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അതുപോലെ ഒരു 100 ലിറ്ററിൻ്റെയും ഒരു 3-4 മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വെക്കുന്ന മാവുകളാണ്. അപ്പോൾ കാണുന്നില്ലേ, മണ്ണ് നിറച്ചിട്ട് നല്ല ശക്തിയായി പുഷ് ചെയ്ത് ഉള്ളിലേക്ക് മണ്ണ് ടൈറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെടി വെച്ചതിന് ശേഷം ബാക്കി മണ്ണ് അതേപോലെ ഫില്ല് ചെയ്യും. അപ്പം പുള്ളി ചെടിയൊക്കെ വെച്ചതിന് ശേഷം ഇതാ ബാക്കി മണ്ണും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ മണ്ണൊക്കെ ഇട്ട് രണ്ട് സൈഡിലും നല്ല രീതിയിൽ ടൈറ്റാക്കി പ്രസ് ചെയ്ത് വേണം നമ്മൾ മേളിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. 2 കാര്യമാണ്, അതിൻ്റെ ഒരു ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടും കുറേ കാലം മണ്ണ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടും അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രാജുവേട്ടന് മുമ്പ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് നല്ല വൃത്തിയിൽ പുള്ളി അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അത് അക്കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ നടൽ ഏകദേശം കഴിയാറായി. ഇനിയും കുറച്ചുകൂടെ മണ്ണ് മുകളിലേക്ക് ഇട്ട് ഇതേപോലെ വശത്തേക്കൊക്കെ പ്രസ് ചെയ്ത് ടൈറ്റാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ചെടി നടൽ റെഡിയായി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുന്ന രീതി തന്നെയാണ്. നല്ല രീതിയിൽ ടൈറ്റാക്കി മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ ആ പോട്ടിൻ്റെ ഷേപ്പ് അതേ കണക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും.
അതുമാത്രമല്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണൊന്നും ഒലിച്ചു പോകാതെ നല്ല ലെവലായിട്ട് മണ്ണ് നിൽക്കുകയും ചെയ്യും. ഇത്തരം പ്രൂണിംഗ് പോട്ടുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. പ്രൂണിംഗ് പോട്ടുകൾ പെർഫറേറ്റഡ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ ധാരാളമായി മണ്ണിലേക്ക് കടക്കും. അപ്പോൾ ഓക്സിജന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക്, അതായത് ഹോളുകളുള്ള ഭാഗത്തേക്ക് വേരുകൾ ധാരാളമായി വളരുകയും പുറത്തെ ഓക്സിജനുമായി സമ്പർക്കം വരുമ്പോൾ വേരുകൾ മുറിഞ്ഞ ഭാഗത്തു നിന്നും വീണ്ടും ധാരാളമായി വേരുകൾ ഉണ്ടായി പോട്ടിൽ മുഴുവനും വളരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധാരാളം വളവും വെള്ളവും വലിച്ചെടുത്ത് ചെടി പെട്ടെന്ന് വളർന്ന് നമുക്ക് ധാരാളം ഫലങ്ങൾ തരുന്നു. വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും ആ ചെടികൾക്ക് മാത്രം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം രാജുവേട്ടനെ ഈ പിടിച്ചു നിൽക്കുന്നതാണ് 100 ലിറ്ററിന്റെ എയർ പ്രൂണിംഗ് പോട്ട് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ. അപ്പം ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. മറ്റേത് ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മൾ താഴത്തെ ആ ബേസിലേക്ക് സാധനം വെച്ച് രണ്ട് സൈഡും കൂട്ടിമുട്ടിച്ച് സ്ക്രൂ ചെയ്യുന്നു. സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ പുള്ളി ഇത് മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നമ്മൾ ഈ 100 ലിറ്ററിന്റെ പ്രൂണിംഗ് പോട്ടിൽ വെക്കുന്നത് 4 തരം മാവുകളാണ്. അതിനെപ്പറ്റി ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും കാണുക. അപ്പോൾ ഇതാ രാജുവേട്ടൻ 100 ലിറ്ററിന്റെ പോട്ട് റെഡിയാക്കി. ഇനി അതിലേക്ക് മണ്ണ് നിറച്ച് മാവാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ എയർ പ്രൂണിംഗ് പോട്ട് എന്ന് പറയുന്ന സാധനം അത്ര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. 50 ലിറ്ററിന് 350 രൂപയും ഈ 100 ലിറ്ററിന്റെ സാധനത്തിന് 750 രൂപയാണ് ഞാൻ പേ ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ സാധനം കൂടി ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 150 രൂപയാണ് കൊടുത്തത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഈ പ്രൈസ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 10 to 12 വർഷം വരെ സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ചെടിക്ക് നല്ല വളർച്ച കിട്ടും, നല്ല ഫലങ്ങൾ നമുക്ക് തരും. അപ്പോൾ നമ്മൾ സാധാരണ ചട്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ നമ്മൾ ചട്ടി മാറ്റേണ്ടുന്നതിന് പകരം ഇത് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10-12 കൊല്ലത്തേക്ക് നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുക വേണ്ട. അപ്പോഴത്തേ രാജുവേട്ടൻ ആദ്യത്തെ മാവ് ഇതിനകത്ത് വെച്ചു. എന്തായാലും മാവൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതൊക്കെ മാവാണ് വെച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതുപോലെ പുള്ളി മണ്ണൊക്കെ ഇട്ട് നല്ലപോലെ ഉറപ്പിച്ച് സൈഡൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഷേപ്പ് കിട്ടി. എന്തായാലും ഇത് ചെയ്യാൻ അറിയുന്ന കൃത്യമായിട്ടൊരാൾ നമുക്ക് സഹായത്തിനുള്ളത് വലിയ കാര്യമാണ്. ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച വെറൈറ്റി 4 kg മാംഗോ ആണ്. ഒരു മാംഗോക്ക് തന്നെ ഏകദേശം 4 കിലോയോളം തൂക്കം വരുന്ന ഒരു വെറൈറ്റിയാണിത്. നന്നായി കായ്ക്കുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ മാവിൻ്റെ ഇനങ്ങളൊക്കെ മേടിച്ചത് ഫാം സ്റ്റോറി എന്ന് പറയുന്നൊരു നേഴ്സറിയിൽ നിന്നാണ്, കൊല്ലത്തുനിന്ന്. അപ്പോൾ അവർ സേഫായിട്ട് തന്നെ ഞങ്ങൾക്ക് പ്ലാന്റൊക്കെ വയനാട്ടിലേക്ക് അയച്ചു തരികയാണ് ചെയ്തത്. അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരാണ് ഈ മാംഗോ പ്ലാന്റ്സിൽ. അപ്പോൾ നമ്മൾ അടുത്തത് വെച്ചത് റെഡ് ഐവറി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നല്ല വലുപ്പത്തിൽ ധാരാളമായിട്ട് മാങ്ങ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് റെഡ് ഐവറി. നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ബനാന മാംഗോ ആണ്. ബനാന മാംഗോ ഞാനിതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ കാണാനൊക്കെ ഭയങ്കര രസമുള്ളൊരു മാങ്ങയാണ്. കഴിച്ച ആൾക്കാരൊക്കെ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാണ്. ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു സൂപ്പർ മാങ്ങയാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അടുത്ത അത് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ എയർ പ്രൂണിംഗ് പോട്ടിൽ വെച്ച 4ാമത്തെ മാംഗോ വെറൈറ്റി എന്ന് പറയുന്നത് R2E2 അല്ലെങ്കിൽ ജംബോ റെഡ് എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയൻ വെറൈറ്റിയാണ്. അത് പഴുത്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഫോട്ടോയിൽ കാണുന്ന കണക്ക് ഒരു ചുമന്ന കളറാണ് ഉണ്ടാവുക. നല്ല വലിപ്പം വെക്കും. അതും വളരെ നല്ല റിവ്യൂ ആണ് ആ മാങ്ങയെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും കായ്ച്ച് നല്ല പഴുപ്പിച്ച് നിങ്ങളൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതാണ്. ഇത് മാത്രമല്ല കുറച്ചും കൂടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പുറകെ തന്നെ കാണിക്കാം. രാവിലെ തന്നെ നല്ല കോടമഞ്ഞാണ്, നിങ്ങൾക്ക് ചുറ്റും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ എയർ പ്രൂണിംഗ് പോട്ടിൽ നട്ട ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ റെഡ് ലെമൺ ആണ്. ഇത് നല്ല രീതിയിൽ ചുമന്ന കളറിലേക്ക് മാറും. പിന്നെ സിയാക്കുലിൻ എന്ന് പറഞ്ഞൊരു ഓറഞ്ചാണ് അടുത്തത്. അതിൻ്റെ അപ്പുറം നമ്മൾ വെച്ചിരിക്കുന്നത് മിറാക്കിൾ ഫ്രൂട്ടാണ്. പിന്നെ പുലാസാൻ,
അത് കഴിഞ്ഞ് ഓൾ സീസൺ ലോങ്ങൺ, പിന്നെ ജബോട്ടിക്കാവ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്നത് N18 വെറൈറ്റിയിലെ റംബൂട്ടാൻ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കണക്കെയുള്ള 4 വെറൈറ്റി മാവുകളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒങ്ങന്ന് വരുന്ന വലിയ മരത്തിൽ നിന്ന് വീണ പൂക്കളാണ് ഈ മുറ്റം നിറച്ചിങ്ങനെ വെളുത്ത നിറത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ വളർച്ചയും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഇത് കായ്ക്കുന്നതും പൂക്കുന്നതും ഒക്കെ പിന്നെ ഇതിന് വളം കൊടുക്കുന്നതും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.